നമസ്കാരം. നായാടി അലഞ്ഞു തിരിയുന്ന കുറവ് നേർക്കുനേർ കണ്ടാൽ മുന്തിയ കാണിക്കാൻ ആളെ കൂട്ടി കല്ലറി. അതുകൊണ്ട് തന്നെ സമയങ്ങളിൽ കൊണ്ടക്കാട്ടിൽ കുഴി കുത്തി രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി ചെറു പ്രാണിയെ പട്ടിയെ നായാടി പിടിക്കും. നായാടിയായി ജനിച്ച് സുപ്രയത്നം കൊണ്ട് IAS നേടിയ ധർമ്മപാലൻ ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ. ഇതാണോ പിച്ചക്കാരെ ചികിത്സിക്കുന്ന സ്ഥലം? റൂം നമ്പർ 11. അതെ മാം, അതെ അതെ സാർ. വരും കാണിക്കാം സാറേ. ഇവിടെ വലിയ ശുചീകരണമൊന്നുമില്ല, അതാ ഇത്ര നാറ്റം. അല്ല സാർ, വല്ല കേസുമാണോ? എടോ മാണിക്യം, ഇതെന്റെ അമ്മയാടോ. സോറി സാർ, സോറി. നശിച്ച ജീവിതമാ സാറേ എന്റേത്. ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ട് രാവും പകലും പട്ടിണി കിടന്ന് പഠിച്ചു. എന്നിട്ടിപ്പോ ഈ തോട്ടികളോടൊപ്പം തോട്ടി ഡോക്ടറായി നീക്കിയിരിക്കുന്നു. എന്റെ സ്ഥിതി മറിച്ചൊന്നുമല്ലടോ. ഈ ശരീരം, ഇതിലൂർന്ന രക്തം മുഴുവൻ ഈ പാവം സ്ത്രീ പിച്ച തണ്ടിയ ചോറിലൂറിയതാ. അതെല്ലാം മറക്കണമെങ്കിൽ വേറെ വല്ല രക്തവും കുത്തി കയറ്റേണ്ടി വരും. ഇത് തന്നെയായിരുന്നില്ലേ അന്നത്തെ ഇന്റർവ്യൂവിലെ ആദ്യത്തെ ചോദ്യം? വെൽക്കം മിസ്റ്റർ ധർമ്മപാലൻ. You belongs to scheduled tribe now. നായാടി, എന്നിട്ടും നിങ്ങൾ IAS എഴുതി ജയിച്ചിരിക്കുന്നു. അതെ, എനിക്കൊരു വലിയ മനുഷ്യന്റെ സഹായം ലഭിച്ചു. ഒരു വലിയ മനുഷ്യന്റെ. കൊളിക്ക വേണ്ട. ഓടിയില്ലേ ചോറ് തരും. നിനക്ക് നാളെയും ചോറ് തരാം. അക്ഷരം പഠിച്ച നിനക്ക് നാളെയും ചോറ് തരാം. അക്ഷരവും ചോറും എനിക്ക് സമൃദ്ധിയായി ലഭിച്ചു. എന്നെ കൂട്ടിന് കിട്ടാൻ എന്റെ അമ്മ ഒടുവിൽ ഞാൻ എൻ്റെ അമ്മയെ പോലീസിന്റെ സഹായത്തോടെ കണ്ടെത്തി. അമ്മ ചോറിന് ഞാൻ എൻ്റെ മോന കപ്പൻ ഇത് നോക്ക്. വാട കണ്ണ പിരിച്ചാൾ പാലും. നിങ്ങളുടെ അമ്മ വേറെ ജീവിതം ശീലിച്ചവരാ. അവരവരെ പാട്ടിന് വിട്ടേക്കും. ഇവ തമ്പ്രാങ്ങൾ കസേര അമ്മ കൂർക്ക് പോവാ.
ഈ ഇന്റർവ്യൂവിലെ അവസാനമായ ഒരു സാങ്കല്പിക ചോദ്യം. താങ്കൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് നായാടിയും മറുഭാഗത്തിന് മനുഷ്യനും ഇരുന്നാൽ താങ്കൾ എന്ത് തീരുമാനമാണ് എടുക്കുക? മാം, ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ. സമത്വം എന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നായാടി എന്നേ അനീതിക്കിരയായി കഴിഞ്ഞിരുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. നിന്റെ ഈ ശരീരം ഇതിന്റെ എല്ലാ വിശപ്പുകളും ശമിച്ച് ദ്രവിച്ച് മണ്ണായി തീരണമെങ്കിൽ എനിക്കിനിയും എത്ര സിംഹാസനങ്ങൾ വേണ്ടിവരും?